ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 2 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന കന്നഡ പാൻ ഇന്ത്യൻ സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. ചിത്രത്തിന്റെ മൂന്നാമത്തെ ഞായറാഴ്ച കൂടിയ 18-ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ഇന്ന് ഈ സിനിമ കേരളത്തിലും സ്വന്തം സംസ്ഥാനമായ കർണാടകയിലും 2 റെക്കോർഡ് നേട്ടങ്ങളാണ് നേടിയെടുത്തിരിക്കുന്നത്. കേരളത്തിൽ ഇന്ന് ഈ സിനിമ 50 കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടെങ്കിൽ കർണാടകയിൽ 18-ാം ദിവസമായ ഇന്ന് ഞായറാഴ്ചയോടെ ഈ സിനിമ 200 കോടിക്ക് മുകളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സിനിമയുടെ വിശദമായ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 1 കോടി 20 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ഇന്നലെ ശനിയാഴ്ച വരെയുള്ള ആദ്യ 17 ദിവസം കൊണ്ട് 48 കോടി 65 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്ന് ഞായറാഴ്ചയിലെ ഈ സിനിമ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1 കോടി 80 ലക്ഷം നേടിയെടുക്കാനുള്ള സാധ്യത. അങ്ങനെ ആദ്യ 18 ദിവസം കൊണ്ട് കേരളത്തിൽ 50 കോടി 50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തി നൽകുന്നത്. കർണാടകയിൽ 17-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച 6 കോടി 25 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്യുന്നത്. അങ്ങനെ 199 കോടി 25 ലക്ഷം രൂപയാണ് 17 ദിവസം കൊണ്ട് ഈ സിനിമയുടെ കർണാടക കളക്ഷൻ. ഇന്ന് ഈ സിനിമ കർണാടക കളക്ഷനായി 8 കോടി റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ ആദ്യ 18 ദിവസം കൊണ്ട് കർണാടകയിൽ നിന്ന് 207 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമ 17-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 17 കോടി രൂപയായിരുന്നു. അപ്ഡേറ്റ് ചെയ്യപ്പെട്ട വിവിധ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ഈ സിനിമ 711 കോടി രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. 18-ാം ദിവസം ഇന്ന് ഞായറാഴ്ചയിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 20-25 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 735-740 കോടി റേഞ്ചിലാണ് 18 ദിവസം കൊണ്ട് കാന്താര ചാപ്റ്റർ 1 എത്തിച്ചേർന്നിട്ടുള്ളത്. ഷറഫുദ്ദീൻ താങ്കനെ പ്രണീഷ് വിജയൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 16 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് ഓപ്പറ എന്നെഴുത ഒരു ക്രൈം കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് പെറ്റി ഡിറ്റക്റ്റീവ്. ഷറഫുദ്ദീൻ, ഗോകുല ഗോപാലൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയിൽ അനുപമ പരമേശ്വരൻ, ശ്യാം മോഹൻ, ജോമൻ ജ്യോതിർ, വിനായകൻ, വിജയരാഘവൻ, വിനയ് ഫോർട്ട്, ഫഹദ് മാനുവൽ, പി കുഞ്ഞികൃഷ്ണൻ, രഞ്ജി പണിക്കർ, പ്രസീത മേനോൻ എന്നിങ്ങനെ നല്ലൊരു താരനിരയും അണിനിരന്നിട്ടുണ്ട്. സിനിമ 3-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 1 കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തത്. അങ്ങനെ വ്യാഴം, വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 2 കോടി 15 ലക്ഷം കേരള കളക്ഷനായി സ്വന്തമാക്കിയ ഈ സിനിമ ആദ്യ ഞായറാഴ്ചയും 4-ാം ദിവസം കൂടിയായ ഇന്ന് ഈ സിനിമ കേരളത്തിൽ 1 കോടി 55 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 3 കോടി 70 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 5 കോടി 50 ലക്ഷം റേഞ്ചിലുമാണ്. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിവർ പ്രധാന താരങ്ങളായി കീർത്തീശ്വരൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 വെള്ളിയാഴ്ച ദീപാവലി റിലീസായി തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഡ്യൂഡ്. ഈ സിനിമ വെള്ളി, ശനി എന്നിങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടി 12 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്യുന്നത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ 75-80 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ 1 കോടി 90 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തി നൽകുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക് വന്നാൽ ആദ്യ ദിവസം ഒഫീഷ്യലായി പ്രസിദ്ധീകരിച്ച പോസ്റ്റർ പ്രകാരം 22 കോടി രൂപയായിരുന്നുവെങ്കിൽ 2-ാം ദിവസം ഇന്നലെ ശനിയാഴ്ചയിലെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ വരുമ്പോൾ 2 ദിവസം കൊണ്ട് 45 കോടി രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ വിവിധ ട്രാക്കേഴ്സ് കണക്ക് പ്രകാരം ഈ സിനിമ 2 ദിവസം കൊണ്ട് 36 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇനി 3-ാം ദിവസമായി ഇന്ന് ഞായറാഴ്ചയിലെ കളക്ഷനിലേക്ക് വന്നാൽ ഈ സിനിമ ഇന്ന് ലോകമെമ്പാടുമായി 20 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആദ്യ 3 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 55 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. രത്തീന PT സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പാതിരാത്രി. നവ്യ നായർ, സൗബിൻ ഷാഹിർ എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ഈ സിനിമ മിക്സഡ് ഓപ്പറമായിരുന്നു നേടിയെടുത്തിരുന്നത്. സിനിമ ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 62,50,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 3-ാം ദിവസം ഇന്ന് ഞായറാഴ്ച 40 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 1 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 1.5 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ധ്രുവ് വിക്രം നായകനായി മാരി സെൽവരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 തിയേറ്ററിലെത്തി പോസിറ്റീവ് ഓപ്പറ എന്നെഴുത തമിഴ് സിനിമയാണ് ബൈസൺ കാലമാടം. സിനിമ 2-ാം ദിവസം ഇന്നലെ ശനിയാഴ്ച കേരളത്തിൽ 11,75,000 രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. ആദ്യ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 21 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ന് കേരള കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 15 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് 36 ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത്. വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 14 കോടി റേഞ്ചിലാണ്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററിലെത്തിയിട്ട് 53-ാമത്തെ ദിവസമായ 8-ാമത്തെ ഞായറാഴ്ചയാണ് ഇന്ന് പിന്നിടുന്നത്. ഇന്നലെ വരെയുള്ള 52 ദിവസം കൊണ്ട് കേരളത്തിൽ 121 കോടി 27 ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ കളക്ട് ചെയ്യുന്നത്. അതേസമയം ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷനിൽ വർധനവ് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് ഈ സിനിമ കേരളത്തിൽ 14-15 ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. അങ്ങനെ 53 ദിവസം കൊണ്ട് കേരളത്തിൽ 121 കോടി 41 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തി നിൽക്കുന്നത്. സിനിമ ലോകമെമ്പാടുമായി 301 കോടി 50 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.